Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വിഷ്വൽ കണ്ടപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ഷെയറിംഗ് അല്ലേ? കറക്റ്റ്. ഇന്നത്തെ ടോപ്പിക് ഷെയറിങ്. ശരിക്കും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ കൂടുതലും ന്യൂക്ലിയർ ഫാമിലീസാണ്. അപ്പോൾ ഷെയറിംഗ് എന്ന് പറയുന്ന സാധനം വളരെ റെയറായിട്ട് കാണുന്നൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഷെയറിങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വചനവും സുഗ്രജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്: യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യം. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. ഇനി സുഗ്രജപം. ഈശോയെ, എനിക്കുള്ളത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് തരണമേ. ഈശോയെ, എനിക്കുള്ളത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് തരണമേ. ഓക്കെ. അങ്കിളെ, ഈ പങ്കുവെക്കൽ എന്ന് വെച്ചാൽ എന്താണ്? മക്കളെ, ഈ പങ്കുവെക്കൽ എന്ന് പറഞ്ഞാൽ പരസ്നേഹത്തിൻ്റെ പ്രകടമായൊരു പ്രവൃത്തിയാണ് ഈ പങ്കുവെക്കൽ. നമ്മൾ എന്തുമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നനുസരിച്ചാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് അല്ലേ? ക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത്? സ്വയം പങ്കുവെച്ചുകൊണ്ട് അല്ലേ? കുരിശിൽ തൻ്റെ ശരീരവും രക്തവും നമ്മൾക്ക് ദാനമായി തന്നു അല്ലേ? അവിടുന്ന് പകുത്തു നൽകി. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത് അതാണ് അല്ലേ? ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരു പങ്കുവെക്കലുമില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. ഈശോ തൻ്റെ ശരീരം പകുത്ത് നൽകി, പങ്കുവെച്ച് നൽകി, തൻ്റെ തിരുരക്തം നമുക്കായി പങ്കുവെച്ച് തന്നു. ആ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മളും മറ്റുള്ളവരെ സ്നേഹിച്ച് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലേ? സുവിശേഷം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പങ്കുവെക്കലിൻ്റെ ഒരു ഭാവമാണ് സുവിശേഷത്തിനുള്ളത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37, 38, 39 പറയുന്നുണ്ട്. കൽപ്പനകളെ ചുരുക്കി 2 കൽപ്പനകളായിട്ട് ഈശോ ചുരുക്കി പറയുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണത്? നീ നിൻ്റെ ദൈവമായ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. അടുത്തതെന്താണ്? നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ ഈശോ തന്നിരിക്കുന്ന ഈ കൽപ്പന, അത് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ, നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം ഈ പങ്കുവെക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്കുള്ളത്. യുകാറ്റിൽ പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനി, യുകാറ്റ് 449-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിയാനായിട്ടുള്ള അടയാളമാണ് ഈ പങ്കുവെക്കൽ. ഒരു പങ്കുവെക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇവനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അതേപോലെ തന്നെ ഈ ദരിദ്രരെ, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചൊരു കടമയാണെന്നും കൂടി ഈ യുകാറ്റിൽ പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനും നമുക്ക് മാതൃക ക്രിസ്തുവാണ്. ക്രിസ്തു ഇതിന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. തന്നെ പങ്കുവെച്ച് നമുക്ക് തന്നുകൊണ്ട് അനുദിന ബലിയിൽ നമ്മൾ അതാ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് പങ്കുവെക്കൽ. ഈ ക്രിസ്തുവിനെ അനുഭവിച്ചു തരാൻ നമുക്ക് പങ്കുവെക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ അങ്കിളെ, എങ്ങനെയെല്ലാമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്? നമുക്ക് പങ്കുവെക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കണം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്നും നമ്മളുടെ സ്വന്തമല്ല ഈ ലോകത്തിലുള്ളതൊന്നും. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ്.
അപ്പോൾ നമുക്കുള്ളതെല്ലാം ദാനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലേ? ദൈവം ദാനമായി നമുക്ക് തന്ന വിലപ്പെട്ടൊരു സമ്മാനമാണ് ആര്? ഈശോ. ദൈവത്തിന് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നമുക്ക് തരാനില്ലായിരുന്നു. ദൈവത്തിന് നമുക്ക് തരാൻ പറ്റിയ വിലപ്പെട്ട സമ്മാനം ദാനമാണ് ഈശോ. അതുകൊണ്ട് യോഹന്നാൻ 3:16 പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ കാണുന്നത്. സ്വന്തം പുത്രനെ, വേറെ എന്തെങ്കിലും ദൈവത്തിന് വേണം തരാൻ പറയുന്നത്, പക്ഷെ അതൊന്നുമല്ല. സ്വന്തം പുത്രനെ നമുക്ക് ദാനമായി തന്നു. റോമ 8:32 പറയുന്നുണ്ട്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമ്മൾക്ക് വേണ്ടി അവനെ ദാനമായി തന്നവൻ അവനിലൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം പിതാവായ ദൈവം യേശു ക്രിസ്തു വഴി നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ദാനം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ സ്വന്തമെന്ന് കരുതുന്നതൊന്നും നമ്മുടെ സ്വന്തമല്ല, അത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദാനമായി കൊടുക്കാൻ സാധിക്കുള്ളൂ, പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആര് ദാനമായി തന്നതാ? ദൈവം ദാനമായി തന്നതാ. നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ ടീച്ചർമാർ, നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള സൗകര്യം, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനം, ഈ അറ്റ്മോസ്ഫിയർ, ഈ പ്രപഞ്ചം, ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. ഇതൊക്കെ നമുക്ക് മുറുകെ പിടിച്ച് ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കാനായിട്ട് യാതൊരു അവകാശമില്ല. പങ്കുവെച്ച് കൊടുക്കണം. നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സമയം, ഭക്ഷണം, പൈസ, ഇതെല്ലാം നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കണം. ഒരു മായ എന്ന് പറയുന്നൊരു കുട്ടി, ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ ഒരു ഓർമ്മ വന്നൊരു സംഭവമാണ്. ചെറുപ്പത്തിലെ ഈ മായ എന്ന് പറഞ്ഞ കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പഠനത്തിലൊക്കെ വളരെ മികച്ചതാണ്. നല്ലപോലെ പഠിക്കാനായിട്ടുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മായ എന്ന് പറഞ്ഞ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെ ക്ലാസ്സിൽ വരും. എന്തിനാണെന്നറിയോ? അരമണിക്കൂർ നേരത്തെ വന്ന് ക്ലാസ്സിൽ പഠിക്കുവാൻ തീരെ പുറകിലായിരിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട്. അപ്പോൾ മായ നേരത്തെ വരുമ്പോഴത്തേക്കും ബാക്കി മനസ്സിലാകാത്ത കുട്ടികൾ, പഠനത്തിൽ പുറകോട്ടുള്ള കുട്ടികൾ മായയുടെ അടുത്ത് വരും. ഒരു ട്യൂഷൻ എടുക്കുന്നത് പോലെ ഈ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി തന്നെ മായ മറ്റുള്ള കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുമായിരുന്നു. അറിവ് മാത്രമല്ല, മായയുടെ സമയം, ഈ അരമണിക്കൂർ സമയം ക്ലാസ്സിൽ നേരത്തെ വരുന്ന സമയത്ത് മായക്ക് വേണമെങ്കിൽ വീട്ടിൽ സുഖമായിട്ട് കളിച്ച് നടക്കാം, അല്ലേ? TV കണ്ടൊക്കെ നമുക്ക് സമയം ചിലവഴിക്കാം. അപ്പോൾ ആ അറിവ് പങ്കുവെക്കുവാനായിട്ട് മായ ചെറുപ്പത്തിൽ, ഇന്ന് മായ അറിയപ്പെടുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ചെറുപ്പത്തിൽ മായ ഇങ്ങനെ പങ്കുവെച്ചു തൻ്റെ സമയവും അറിവും. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണിത്. നിങ്ങൾക്കിപ്പോൾ ഈ പ്രായത്തിലൊക്കെ നിങ്ങൾക്ക് പണമൊന്നും ആരുമായിട്ട് പങ്കുവെക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. നിങ്ങളുടെ സമയം പങ്കുവെക്കാം. നിങ്ങളുടെ അറിവുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും നിങ്ങൾ അറിവ് പങ്കുവെച്ച് കൊടുത്തൊന്നും പറഞ്ഞാൽ അവൻ നിങ്ങളേലും ഒന്നാമതാകുമോ? ഇങ്ങനെയുള്ള ചില ഈഗോ പല കുട്ടികൾക്ക് ഇന്ന് കാണുന്നുണ്ട്, അല്ലേ? ഒരാൾ ക്ലാസ്സിൽ ഒന്നാമതാകാൻ നമ്മൾ സമ്മതിക്കില്ല, അല്ലേ? നാളെ പരീക്ഷയാണെങ്കിൽ ആബ്സെൻ്റ് ആയിക്കണം, അവൻ വിളിച്ചു വയ്ക്കണം, നാളെ എന്താണ് പരീക്ഷയാണെങ്കിൽ ചില കുട്ടികൾ പറയില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നേലും കൂടുതൽ മാർക്ക് പഠിച്ചുകൊണ്ട് വന്ന് മേടിച്ചെടുത്താലോ. അപ്പോൾ ഈ രീതിയിലുള്ള സ്വാർത്ഥതയാണ് ഇന്ന് പല കുട്ടികളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എല്ലായിട്ടും പങ്കുവെക്കണം അറിവ്. അതുപോലെ ഭക്ഷണം, നമുക്ക് ഭക്ഷണമൊക്കെ പങ്കുവെക്കാൻ സാധിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം, ഈ വ്യക്തി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ ഉച്ചഭക്ഷണം കൊണ്ടുവരാതെ വരും. അപ്പോൾ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഓരോ ദിവസം മാറി മാറി നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണത്തോടൊപ്പം ഒരു പൊതി ചോറും കൂടി എക്സ്ട്രാ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഭക്ഷണം കൊണ്ടുവരാതെ, അത്രയും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ വ്യക്തി ആ ക്ലാസ്സിൽ വരുന്നത്. ഇന്ന് ആ വ്യക്തി ഇന്ന് അറിയപ്പെടുന്നൊരു കായിക താരമാണ് കേരളത്തിൽ, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വ്യക്തി വിശന്ന് ഉച്ചയ്ക്കിരിക്കുമ്പോൾ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ഭക്ഷണത്തോടൊപ്പം ഒരു പൊതി ചോറ് എക്സ്ട്രാ കൊണ്ടുവരും, മാറി മാറി കൊണ്ടുവരും. അങ്ങനെ ചെറുപ്പം തുടങ്ങി ആ ടീച്ചർ പറഞ്ഞത് കേട്ട് ഈ മക്കൾ, ആ ക്ലാസ്സിലെ കുട്ടികൾ ഭക്ഷണം പങ്കുവെക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്നത് ദാനമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതിന് ഒന്നും നമ്മുടെ സ്വന്തമല്ല എന്ന വലിയൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറപ്പിക്കണം. ഞാൻ പങ്കുവയ്ക്കാറുണ്ട്, പക്ഷെ ഒന്നും തിരിച്ചു കിട്ടാറില്ല. അതെന്താ അങ്ങനെ? പങ്കുവെക്കുന്നത് നമ്മൾ നിസ്വാർത്ഥമായിട്ടായിരിക്കണം. എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പങ്കുവെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് ചില പല കാരുണ്യ പ്രവൃത്തികളൊക്കെ കുറേ അധികം പേരെ അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ അനുദിനം കേൾക്കാറുണ്ട്, അല്ലേ? ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ
രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് തക്ക പ്രതിഫലം തരും. പലപ്പോഴും ഈ പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഭൗതികമായിട്ടാണ്. എന്തെങ്കിലും പണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശസ്തിയോ ഇതൊക്കെ ആയിരിക്കാം നമ്മൾ പ്രതിഫലമായിട്ട് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല പ്രതിഫലം. ദൈവം നൽകുന്ന പ്രതിഫലം അത് ആ തക്ക സമയത്ത് നമുക്ക് ലഭിക്കും. നമുക്ക് മറ്റുള്ളവരൊന്നും തന്നില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളുടെ ഒന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണലായിട്ടാണ് ഈശോ നമ്മളെ സ്നേഹിച്ചത് അല്ലേ. ഒരു നീതിമാന് വേണ്ടി പോലും ആരും മരിക്കാൻ തയ്യാറാകില്ല. അപ്പം നമ്മൾ പാപികളായിരിക്കെ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. എന്തെങ്കിലും തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ ക്രിസ്തു കുരിശിൽ പിടഞ്ഞു മരിച്ചത്? ഒരിക്കലുമില്ല. നമ്മൾ തിരികെ ഇപ്പോഴും പാപം ചെയ്ത് അവിടുത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ചു. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. തിരിച്ച് നമ്മൾ സ്നേഹിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ തന്നെ പങ്കുവെച്ച് നൽകി നമുക്ക്. അപ്പോൾ അതേപോലെ നമ്മൾ പങ്കുവെക്കുമ്പോൾ, നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്യുമ്പോൾ തിരികെ ഒന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നിസ്വാർത്ഥമായിട്ട് ഒരു സ്വാർത്ഥതയും ഇല്ലാതെ നമുക്ക് പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്കിളെ, പങ്കുവെക്കുമ്പോൾ നമുക്കെന്താണ് ഗുണം? പങ്കുവെക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നേരത്തെ ചോദിച്ച ചോദ്യമായിട്ട് കണക്റ്റഡാണത്. അങ്ങനെ ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് തക്ക പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രം വെള്ളം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിന് തക്ക പ്രതിഫലം നമുക്ക് കിട്ടും. പങ്കുവെക്കുമ്പോൾ സമൂഹത്തിൽ വലിയൊരു നന്മയുടെ ഒരു പ്രതിഫലനം ഉണ്ടാവും. പങ്കുവെക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു ബാലൻ 5 അപ്പവും 2 മീനും എടുത്ത് കൊടുത്ത സംഭവങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ. 5000-ഓളം വരുന്ന വലിയ ജനം വിശന്നപ്പോൾ ആ പയ്യൻ ചെയ്തത് തൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും അമ്മ അവന് വിശക്കുമ്പോൾ ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടായിരിക്കാം പൊതിഞ്ഞ് അല്ലേ. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ടിഫിനൊക്കെ തന്നു വിടുന്നത് പോലെ അവന് വേണമെങ്കിൽ അത് ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കാൻ വരുന്നത്. പക്ഷേ അവൻ എന്ത് ചെയ്തു? ആ ചെറിയ ആ ഒരു ഭക്ഷണം 5 അപ്പവും 2 മീനും എടുത്ത് ഈശോയുടെ കൈകളിലേക്ക് കൊടുത്തു. ഈശോ അത് വാഴ്ത്തി വിഭജിച്ച് 5000 പേർക്ക് കൊടുത്തു. എന്ന് ഓർത്ത് നോക്കിയാൽ ചെറിയൊരു പങ്കുവെക്കലിലൂടെ അന്ന് അവിടെ കൂടിയിരുന്ന 5000 പേരുടെ വിശപ്പ് മാറി. അപ്പോൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ വലിയ നന്മ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഒരു തിന്മ ചെയ്യുമ്പോൾ തിന്മയുടെ ഒരു പ്രതിഫലനം അന്തരീക്ഷത്തിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാവും, ഉറപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ നന്മ ചെയ്യുമ്പോൾ, നമ്മൾ പങ്കുവെക്കുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ചുറ്റും വരികയാണ്. ഓർത്ത് നോക്കിയേ, നമ്മൾ സ്വർഗ്ഗതുല എല്ലാവരും പങ്കുവെച്ച് പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരം ഈ ജീവിതം. ഒരു പാട്ടുണ്ട് അല്ലേ. ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തിരുവനന്തപുരത്ത് ISROയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഈ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്ന സ്ഥലം തുമ്പ. ഈ തുമ്പ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയോ? ഈ തുമ്പ അത് ISROയുടെ വരുന്നതിന് മുമ്പ് അതൊരു അമലോത്ഭവ മാതാവിൻ്റെ പള്ളിയും തിരുവനന്തപുരം അതിരൂപത മെത്രാൻ്റെ പീറ്റർ ബെർണാഡ് എന്ന് പറയുന്ന പിതാവിൻ്റെ അരമനയും കുറേയധികം മത്സ്യത്തൊഴിലാളികളുടെ മുക്കുവന്മാരുടെയൊക്കെ കുടിലുകളും തിങ്ങി നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു നേതൃത്വം വഹിക്കുന്ന വിക്രം സാരാഭായ് എന്ന് പറയുന്ന വ്യക്തി ഈ ISROക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഈ തുമ്പ എന്ന് കണ്ടു. പക്ഷേ പ്രതീക്ഷ കിട്ടിയില്ല. കാര്യം ഒരു ദേവാലയമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വ്യക്തി ഈ പിതാവിനെ പോയി കണ്ടു, ഈ പീറ്റർ ബെർണാഡ് പിതാവിനെ പോയി കണ്ടു, സ്വപ്നങ്ങൾ പങ്കുവച്ചു. ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിന് വലിയ നന്മ വരാനായിട്ടൊരു പദ്ധതി ഈ സ്ഥലം കിട്ടുകയാണെങ്കിൽ നടക്കും. ഈ പിതാവ് പറഞ്ഞു, പേടിക്കണ്ട, ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വിക്രം സാരാഭായ് അന്ന് ഞായറാഴ്ചത്തെ ദിവ്യബലിക്ക് വേണ്ടി വരികയാണ്. അന്ന് ഇടവക ജനങ്ങളോട് ഈ പിതാവ് പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ലോകത്ത് നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കുവാൻ പോകുന്ന വലിയ നന്മകളെക്കുറിച്ചും ഈ ഒരു സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന വലിയ നമ്മുടെ രാജ്യം ലോകത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് ഉയരാൻ പോകുന്നതിനെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തി. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഇത്രയധികം വരുന്ന ജനങ്ങൾ എല്ലാ സ്വാർത്ഥതകളും വിട്ടുകൊണ്ട് പിതാവ് പറഞ്ഞ കാര്യം അംഗീകരിച്ചുകൊണ്ട് അവരുടെ കിടപ്പാടം വിട്ടുപോകാൻ തയ്യാറായി.
പള്ളിയും ഈ അരമനയും എല്ലാം ഇതിനു വേണ്ടി വിട്ടുകൊടുത്തു. ഏറ്റവും വലിയൊരു മാതൃകയാണ് സഭ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇന്ന് ആ സ്ഥലത്താണ് ഈ പറയുന്ന റോക്കറ്റ് വിക്ഷേപവും വലിയ ഗവേഷണങ്ങളും എല്ലാം നടക്കുന്നത്. ഡോക്ടർ അബ്ദുൽ കലാം അല്ലേ, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കോറിയിട്ടുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ മരണമടഞ്ഞു. ഈ അബ്ദുൽ കലാം തുമ്പയിൽ ഈ പറഞ്ഞ ISROയിൽ ഇന്ന് ആ അമലോത്ഭവ മാതാവിൻ്റെ ചാപ്പലിരുന്ന സ്ഥലം അവിടുത്തെ ഓഫീസാണ്. അവിടെ ചാരുകസേരയിൽ വളരെ സംതൃപ്തനായിരുന്ന് അന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം നിറവേറ്റാൻ സാധിച്ചില്ല. വലിയ ആത്മസംതൃപ്തിയോടുകൂടി ആ ചാരുകസേരയിൽ ഇരുന്ന് സ്വപ്നങ്ങൾ പങ്കുവച്ചതൊക്കെ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ സഭ ഇന്ന് മുഴുവൻ നമ്മൾക്ക് വലിയ മാതൃക കാണിച്ചു തരുന്നുണ്ട്. പല വൃദ്ധമന്ദിരങ്ങളും ഒരുപാട് രോഗികളെ ശുശ്രൂഷിക്കുന്നതും പല സ്ഥലങ്ങളിലും എത്രയോ പേര് എത്ര സമർപ്പിതർ ഇതിനു വേണ്ടിയിട്ട് ഈ പങ്കുവെക്കലിൻ്റെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇന്ന് തുടങ്ങി കുഞ്ഞു മക്കളെല്ലാവരും നിങ്ങൾക്ക് സ്വന്തമെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നത് പലതും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാൻ സാധിക്കണം. നിങ്ങളുടെ അലമാരയിൽ അടുക്കി വച്ചിരിക്കുന്ന ഉടുപ്പുകളൊന്നും നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. അത് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുന്ന വചനങ്ങൾ അതേപോലെ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ എല്ലാം ദാനമായി നിങ്ങൾക്ക് ലഭിച്ചതാണ്. അതെല്ലാവർക്കും ദാനമായി കൊടുക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ പേരൻസും അങ്കിൾമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് കാലങ്ങളിൽ ഇവർ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ തറവാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവർ അവരുടെ പറമ്പിലുള്ള മാങ്ങയും ചക്കയൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. കഴിക്കുക മാത്രമല്ല അവരെല്ലാവരും കൂടെ തമ്മിൽ ഷെയർ ചെയ്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏജിൽ ഷെയറിങ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം കൂടെയാണ് അല്ലേ. നമ്മളുടെ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് അല്ലേ. പക്ഷെ ഇന്ന് നമ്മളുടെ ഈ ഒരു ടൈമിൽ വളരെ കുറവാണ് കസിൻസായിട്ട് കൂടുതലും ഈ പറയുന്ന ഒരു എൻജോയ്മെൻറ്റ് ഇല്ലേ. നമുക്ക് ഉള്ള ഈ ലിമിറ്റേഷനിൽ നമ്മൾ ആരെയൊക്കെയായിട്ട് കൂടുന്നോ, കസിൻസ് ആവാം, നമ്മുടെ പേരൻസ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആകാം, ആരെയായിട്ട് കൂടുമ്പോഴും നമുക്കുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഷെയർ ചെയ്ത് അത് എൻജോയ്മെൻ്റ് ആക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾക്കൊരു ആക്ഷൻ സോങ് കാണാം. അപ്പോൾ വചനവും സുഹൃത്തുമായിട്ട് പറയാം. ഏശയ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യം. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. ഇനി സുഹൃത്തുജപം. ഈശോയെ എനിക്കുള്ളത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് തരണമേ. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നിങ്ങളോട് ഇവിടെ പറയുന്ന കഥകളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു. ആരെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയോ? കുറച്ചല്ല, നമ്മൾ ശരിക്കും ഷെയർ ചെയ്യണം.
നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുഡും ഭക്ഷണ സാധനങ്ങളും ടോയ്സും മാത്രമല്ല, നമ്മളുടെ നോളജ് നമ്മൾക്ക് ഷെയർ ചെയ്യാം. നമ്മളുടെ പഠിക്കുന്ന കാര്യങ്ങളിലാവാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇത്തിരി സ്റ്റഡീസിൽ പുറകോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. അത് നിങ്ങളുടെ നോളജ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ കിഡ്സ് കോർണറിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്, നിങ്ങൾ അങ്കിളിനോട് ആൻറ്റീനോടൊക്കെ സംസാരിച്ച് തീർക്കുന്ന സംശയങ്ങൾ, അമ്മാമ്മ പറഞ്ഞു തരുന്ന കഥകൾ, ഇതുമൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഒരു പ്രോമിസ് തരുമോ? ഇന്ന് അമ്മാമ്മ പറഞ്ഞു തരുന്ന കഥ നിങ്ങൾ ആരോടെങ്കിലും ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കും. ഡൺ? ഓക്കെ. അപ്പോൾ നമുക്ക് വേഗം വചനവും സുഹൃത്തുക്കളെ പറ്റി പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യം. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. ഓക്കെ. സുഹൃജപം. ഈശോയെ എനിക്കുള്ളത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് തരണമേ. ഓക്കെ. ഫ്രാൻസിസ് ഡി സാലസിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. മാധ്യമങ്ങളുടെ വിശുദ്ധനാണ് ഫ്രാൻസിസ്. 1567 കാലഘട്ടങ്ങളിലാണ് ജീവിച്ചിരുന്നത്. പക്ഷേ അന്ന് ജീവിച്ചിരുന്ന ആ ആൾ എങ്ങനെ ഈ മാധ്യമങ്ങളുടെ മധ്യസ്ഥനായി, അത് നമുക്ക് കേൾക്കാം. ജനിച്ചത് ഫ്രാൻസിലാണ്. മാതാപിതാക്കൾ, അപ്പൻ ഫ്രാൻസിലെ പല പ്രവിശ്യകളുടെയും സാരഥിയായിരുന്നു, അധിപനായിരുന്നു. അമ്മ നല്ലൊരു മജിസ്ട്രേറ്റിൻ്റെ ഏക മകളായിരുന്നു. ഈ ഉന്നത തലത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും അവർക്ക് ദൈവത്തോട് ഭയങ്കര ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. 6 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്തയാളാണ് ഫ്രാൻസിസ്. നന്നായിട്ട് പഠിക്കുമായിരുന്നു. നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിട്ടാണ് ചെറുപ്പത്തിലെ വളർന്നു വന്നത്. അവന് കരുണയും സ്നേഹവും ദൈവഭയവും എല്ലാമുള്ള നല്ലൊരു കുട്ടിയായിട്ടാണ് വളർന്നു വന്നത്. പഠിക്കാൻ നല്ല കഴിവുള്ളതായതുകൊണ്ട് മാതാപിതാക്കൾ വിചാരിച്ച് ഇവനെ ഒരു മജിസ്ട്രേറ്റ് ആക്കണം. മജിസ്ട്രേറ്റ് ആക്കാൻ വേണ്ടി ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു ഫ്രാൻസിൽ. അവിടെ പോകുന്നത് എങ്ങനെയാണെന്നോ, കൂട്ടിന് ഒരു സഹായി കൂടെ ഉണ്ടാവും. പിന്നെ പഠിപ്പിക്കാൻ വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു വൈദികൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അങ്ങനെ ഇവൻ നന്നായിട്ട് പഠിച്ച് ഉയർന്ന് ഏതാണ്ട് 17 വയസ്സുള്ളപ്പോൾ ഒരു സെമിനാറിൽ പങ്കെടുത്തു. അവിടെയാണ് ഇവന് വഴിത്തിരിവായത്. അതായത് അവിടെ കേട്ട വചനം, അവിടെ കേട്ടത് എന്താണെന്നോ, സ്വന്തം ആത്മാവ് നശിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിപത്ത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ചിന്ത കൂടിക്കൂടി വന്നപ്പോൾ ആളിന് ആകെ അസ്വസ്ഥതയായി. ആളിന് എപ്പോഴും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് വളരെ വിഷമിച്ച് ഒടുവിൽ രോഗിയായി. ഒരു ദിവസം ഇടവക പള്ളിയിലേക്ക് ചെന്ന്, അവിടെ ചെന്ന് മാതാവിനോട് വലിയ ഭക്തിയായിരുന്നു ചെറുപ്പത്തിലെ. മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കണം. അമ്മയുടെ സഹായത്തോടെ ആ വിമല ഹൃദയം വഴി എന്നെ നല്ലൊരു കുട്ടിയായിട്ട് വളർത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇവൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ കൂട്ടിവെച്ചിട്ടുണ്ട്, അതെനിക്ക് തരും എന്നുള്ള ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോയി. അങ്ങനെ പാദുവ യൂണിവേഴ്സിറ്റിയിൽ പഠനം തുടങ്ങി. അത് ഏറ്റവും നന്നായിട്ട് നല്ലൊരു വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി. ആ ആഗ്രഹം ഉണ്ടാകാൻ കാരണം ഒരു വൈദികനെ കൂട്ടുകിട്ടി. ആ വൈദികൻ്റെ ഉപദേശം പ്രകാരം ഇവനൊരു വൈദികനാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ പഠനം, ദൈവശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. പഠിച്ച് അപ്പോൾ വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തിരിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ മാതാപിതാക്കൾ ഇവന് വേണ്ടി വലിയ
പ്രൗഢമായിട്ടുള്ള പല കാര്യങ്ങളും അവർ മനസ്സിൽ കരുതി വെച്ചേക്കുകയും തന്നെയല്ല ഇവനെ ഒരു പെണ്ണ് കെട്ടിക്കണം, അതിനുവേണ്ടി ഒരു കല്യാണക്കാരുമൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയം ഇവനാകെ വിഷമത്തിലായി. എങ്ങനെ മാതാപിതാക്കളെ വിഷമിപ്പിക്കണ്ടല്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മെത്രാൻ ഇവരുടെ സഹായത്തിനെത്തി. മെത്രാൻ പറഞ്ഞ് ഇതാണ് ഇവൻ്റെ ദൈവവിളി, അതായത് വൈദികനാകുക എന്നുള്ളതാണ് ഇവൻ്റെ ദൈവവിളി. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. അവരെ ആ മാതാപിതാക്കളെ അതിനുവേണ്ടി ഒരുക്കി അവൻ വൈദികനായി. വൈദികനായി കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. ഒന്നാമത്തെ കാര്യം, ഒരുപാട് പ്രസംഗിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും അതൊക്കെ ഈ മാധ്യമത്തിലൂടെ, ഏത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച നാളുകളായിരുന്നത്, ആ അച്ചടി യന്ത്രത്തിലൂടെ തൻ്റെ കഴിവുകളെല്ലാം ലോകത്തിലേക്ക്, അതായത് ദൈവരാജ്യം വിസ്തൃതമാക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. അങ്ങനെയാണ് ഈ മധ്യസ്ഥനായത്. സ്നേഹത്തോടു കൂടി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതം നടക്കുമെന്നുള്ള ആ നല്ല വിശ്വാസം ഈ ഫ്രാൻസിസിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജനീവയിൽ മെത്രാനായിട്ട് പുള്ളിയെ അഭിഷേകം ചെയ്തു. അതുകൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഒരുപാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിസിറ്റേഷൻ ഓഫ് ഹോളി മേരി എന്നുള്ളൊരു സഭ സ്ഥാപിക്കാൻ സാധിച്ചു. അങ്ങനെ വളരെ വലിയൊരു വിശുദ്ധനായിട്ട്, ഇന്ന് മാധ്യമങ്ങളുടെ വലിയ വിശുദ്ധനായിട്ട് ഈ ഫ്രാൻസിസ് ദേ സാലസിനെ സഭ തിരഞ്ഞെടുത്തു. ഇന്നിപ്പോൾ ഈ മാധ്യമങ്ങളുടെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, TV ഇതെല്ലാം മനുഷ്യരെ ഒരുപാട് വഴിതെറ്റിക്കുന്ന തരത്തിൽ പോകുന്നുണ്ട്. അതുപോലെ നന്മയും തിന്മയും അതിലുണ്ട്. നന്മ നമുക്ക് ഏതെന്ന് കണ്ടുപിടിക്കാനും നന്മയിൽ ജീവിക്കാനും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തിന്മ നമ്മളെ വഴിതെറ്റിച്ച് നമ്മളുടെ നിത്യജീവൻ അപകടമാക്കി തീർക്കും. അതുകൊണ്ട് എല്ലാവരും ഫ്രാൻസിസ് ദി സാലസിനെ കൂട്ടുപിടിച്ച് നല്ല കുഞ്ഞുങ്ങളായി ആ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുക. നമ്മൾ പലപ്പോഴും സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. പലപ്പോഴും സ്കൂളിലെ പ്രോഗ്രാംസ്, അത് ഓണം സെലിബ്രേഷൻ ആവാം, ക്രിസ്മസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ ആകാം. അപ്പോൾ നമ്മൾക്ക് ഈ സെർവ് ചെയ്യുന്ന ചെറിയ സ്വീറ്റ്സും സ്നാക്സും അല്ലെങ്കിൽ ജ്യൂസ് എടുക്കുന്ന ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ്സസ്, അതൊക്കെ എന്താ ചെയ്യാറ്? മിക്ക കുട്ടികളും ഗ്രൗണ്ടിൽ അങ്ങിട്ടിട്ട് പോകും അല്ലേ? അപ്പോൾ നമ്മൾക്ക് അതിലൊരു ചെറിയ വ്യത്യാസം വരുത്താം. അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു പരിപാടി വന്ന് കഴിയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ അത് പോയി ക്ലീൻ ചെയ്യണം. ഓക്കെ? അത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിക്കും വൃത്തിയാക്കല്ല, അറ്റ്ലീസ്റ്റ് അതുകൊണ്ട് വേസ്റ്റ് ബിന്നിൽ കളയണം. ഓക്കെ? പ്രോമിസ്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ വചനോസുകുറിച്ച് പോയിട്ട് പറയാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യം. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. ഇനി സുകൃജപം. ഈശോയെ എനിക്കുള്ളത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് തരണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.